Welcome to BSc Main Physics. Unit 2 Atomic Spectra continuing. Today the topic is Stark effect and Paschen-Back effect. Class number 22, semester 5. BSc Main Physics, semester 5, paper for Atomic and Molecular Physics. Unit is Atomic Spectra, and today's topic is Stark effect and also Paschen-Back effect. Class number 22, semester 5. And the first figure shows, the first slide shows the stark splitting of a spectral line. Stark splitting of a spectral line. In an electric field, in a strong electric field, a spectral line splits into a number of components, and that is illustrated in the figure. When no field is applied, there is only a single line, and that line is called unmodified line. When we apply a strong electric field, these lines split into number of components. So the no field appearance and the appearance when field is applied, when electric field is applied, is shown in the figure. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സീമൻ എഫക്റ്റ് പഠിച്ചിരുന്നു, നോർമൽ സീമൻ എഫക്റ്റ്, അതേപോലെ അനോമലസ് സീമൻ എഫക്റ്റ് പഠിച്ചിരുന്നു. അതൊരു മാഗ്നെറ്റോ ഒപ്റ്റിക്കൽ ഫിനോമിനനാണ്. മാഗ്നെറ്റോ ഒപ്റ്റിക്കൽ ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സ്പെക്ട്രൽ ലൈൻ പല കമ്പോണൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു സ്പെക്ട്രൽ ലൈൻ പല കമ്പോണൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സീമൻ എഫക്റ്റ്, മാഗ്നെറ്റോ ഒപ്റ്റിക്കൽ ഫിനോമിനൻ. അതിൻ്റെ ഒരു അനലോഗ്, ഇലക്ട്രിക് ഫീൽഡ് അനലോഗാണ് ഈ സ്റ്റാർക്ക് എഫക്റ്റ്. അതായത് ഇലക്ട്രിക് ഫീൽഡിൽ ഒരു സ്പെക്ട്രൽ ലൈൻ പല കമ്പോണൻ്റായിട്ട് ഭാഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർക്ക് എഫക്റ്റ്. ഇവിടെ ഒന്നിൽ കൂടുതൽ മോർ ദാൻ 3 കമ്പോണൻസ് ഉണ്ടാകും. ഒരു ലൈൻ ഒരു ഇലക്ട്രിക് ഫീൽഡിന് നമ്മൾ വിധേയമാക്കിയാൽ അനേകം കമ്പോണൻ്റായിട്ട് ഭാഗിക്കപ്പെടും, ഈ കാണുന്ന പോലെ. അപ്പോൾ ചിത്രത്തിൽ ആദ്യം കാണുന്ന ലൈൻ അൺമോഡിഫൈഡ് ലൈനാണ്. ഫീൽഡ് കൊടുക്കുമ്പോൾ ആ ലൈൻ അനേകം കമ്പോണൻറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ദ സ്റ്റാർക്ക് എഫക്റ്റ് ഈസ് ദി ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് ദി സീമൻ എഫക്റ്റ്. അപ്പോൾ സീമൻ എഫക്റ്റ് ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ആണെങ്കിൽ, മാഗ്നെറ്റോ ഒപ്റ്റിക്കൽ ഫിനോമിനൻ ആണെങ്കിൽ, ഇത് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഫിനോമിനൻ ആണ്. ഇറ്റ് ഈസ് ആൻ അനലോഗ് ഓഫ് സീമൻ effect. And we can see what is Stark effect in detail. Stark effect is a splitting of spectral line due to the action of an electric field on the radiation. Even very strong electric fields are weak compared to interatomic fields. Hence, the action of electric field on the motion of atomic electrons can be regarded as a small perturbations. Consequently, the Stark effect is not very evident. Stark effect is a splitting of spectral line due to the action of an external electric field on the radiation. റേഡിയേഷൻ്റെ പുറത്ത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആക്ഷൻ മൂലം ലൈൻ സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാർക്ക് എഫക്റ്റ്. Even very strong external field are weak compared to interatom fields. ആറ്റത്തിനകത്തുള്ള ഫീൽഡുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വീക്കാണ് സാധാരണ കേസിൽ. ഹെൻസ് ആക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി മോഷൻ ഓഫ് അറ്റോമിക് ന്യൂക്ലിയൈ, അറ്റോമിക് ഇലക്ട്രോൺസ് ക്യാൻ ബി റിഗാർഡഡ് ആസ് സ്മോൾ പെർട്ടർബേഷൻസ്. അതുകൊണ്ട് ഒരു ശക്തമായ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോലും പ്രവർത്തനം ചെറിയ പെർട്ടർബേഷൻ, ചെറിയ ഡിസ്റ്റർബൻസ് ആയിട്ട് മാത്രമേ നമുക്ക് കരുതാൻ പറ്റുള്ളൂ ആറ്റത്തിൽ. Consequently, the Stark effect, Stark line splitting is very small, very minute, and can be observed only with instruments having high resolving power. അപ്പോൾ ഈ ശക്തമായ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ പോലും ഇതത്ര വ്യക്തമാകാത്തത് കൊണ്ട് ഹൈ റിസോൾവിംഗ് പവറുള്ള, ഈ ലൈനുകളെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ കഴിവ് കൂടുതലുള്ള, ഹൈ റിസോൾവിംഗ് പവറുള്ള ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് മാത്രമേ ഈ സ്റ്റാർക്ക് എഫക്റ്റ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുകയുള്ളൂ. ദ ലൈൻസ് ആർ സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു എ സീരീസ് ഓഫ് കമ്പോണൻസ് കോൾഡ് സാറ്റലൈറ്റ്സ്. അപ്പോൾ ഒരു സ്പെക്ട്രൽ ലൈൻ അനേകം ലൈൻസ്, സീരീസ് ഓഫ് ലൈൻസ് ആയിട്ട് ഭാഗിക്കും. അത്തരം ലൈനുകളെ, സ്പ്ലിറ്റ് ലൈനുകളെ വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ്സ്.
These component lines are located symmetrically on both sides of the original line. ഒറിജിനൽ ലൈനിൻ്റെ അൺമോഡിഫൈഡ് ലൈനിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് സിമെട്രിക് ആയിട്ടാണ് ഈ സാറ്റലൈറ്റ് ലൈൻസ് കാണുന്നത്, സ്റ്റാർക്ക് ലൈൻസ് കാണുന്നത്. എക്സ്പെരിമെൻ്റൽ സ്റ്റഡി, ഈ സ്റ്റാർക്ക് എഫക്റ്റ് പഠിക്കുന്നതിനുള്ള ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഡിസ്ചാർജ് ട്യൂബാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു കാഥോഡ്, അറിയാലോ ഡിസ്ചാർജ് ട്യൂബ് കാഥോഡ് ആനോഡും കാണും. അതിനകത്ത് ലോ പ്രഷർ അറേഞ്ച്മെൻ്റ് ആണ്. കാഥോഡ് ആനോഡ് നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റാർക്ക് എഫക്റ്റ് പഠിക്കുന്നത് പോസിറ്റീവ് റേസിലാണ്. ആ പോസിറ്റീവ് റേസിനെ വിളിക്കുന്ന പോലെ കനാൽ റേസ്, ഗോൾസ്റ്റൈൻ കണ്ടുപിടിച്ചാണ് കനാൽ റേസ്. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മൾ കാഥോഡ് പെർഫറേറ്റ് ചെയ്യണം. ഒരു പെർഫറേറ്റഡ് കാഥോഡ് ആണെങ്കിൽ കാഥോഡിലേക്ക് ഓപ്പോസിറ്റായിട്ട് സഞ്ചരിക്കുന്നതാണ് പോസിറ്റീവ് റേസ്, കനാൽ റേസ്. ആ കനാൽ റേസിന് നമ്മൾ ഫീൽഡ് കൊടുത്തിട്ടാണ്, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടാണ് ഈ സ്റ്റാർക്ക് എഫക്റ്റ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 പീഡികൾ അപ്ലൈ ചെയ്യുന്നത്. ഒന്ന്, കാഥോഡും ആനോഡും തമ്മിൽ നമ്മളൊരു 10,000 വോൾട്ടോളം കൊടുക്കും. അതുപോലെ കാഥോഡിന് പുറകിലുള്ള ഒരു ഓക്സിലറി ആനോഡുണ്ട്, ഓക്സിലറി ഇലക്ട്രോൺ ഉണ്ട്, എഫ്. അതും കാഥോഡും തമ്മിൽ ഒരു 8000 വോൾട്ടിൻ്റെ മറ്റൊരു പീഡി കൂടി കൊടുക്കും. അവിടെയാണ് നമ്മൾ കനാൽ റേസ്, പോസിറ്റീവ് റേസ് കാണുന്നത്. കാഥോഡ് റേസിന് ഓപ്പോസിറ്റ് ഒഴുകുന്ന റേസാണ് ഈ പോസിറ്റീവ് റേസ്. അതൊരു സ്പെക്ട്രോഗ്രാഫ് വെച്ച് നമുക്ക് നേരിട്ട് നോക്കാവുന്നതാണ്. സോ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി. The arrangement used to study the Stark effect is shown in the figure. Here, the hydrogen atoms emitting spectral lines are subjected to powerful electric field. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റംസ് എമിറ്റ് ചെയ്യുന്ന ലൈൻസിനെ, സ്പെക്ട്രൽ ലൈൻസിനെ ഇലക്ട്രിക് ഫീൽഡിനെ വിധേയമാക്കുകയാണ്. The canal rays, positive rays are produced in an ordinary discharge tube provided with a perforated cathode C. കാഥോഡ് സി പെർഫറേറ്റഡ് ആണെങ്കിൽ നമുക്ക് കനാൽ റേസ് പുറകിൽ കിട്ടും. വെൻ ദി പ്രഷർ ഇൻ ദ ട്യൂബ് ഈസ് നോട്ട് വെരി ലോ, പ്രഷർ തീരെ കുറവല്ലെങ്കിൽ discharge takes place between cathode and anode. Cathode C is maintained at a suitable PD. നമ്മളിവിടെ 10,000, 8,000 എന്നുള്ള കണക്ക് പറഞ്ഞിട്ടുണ്ട്. The canal rays stream through the perforations in the cathode. കാഥോഡിനകത്തുള്ള ദോരങ്ങളിലൂടെ കനാൽ റേസ് പുറകോട്ടൊഴുകും. ആൻഡ് ഫോം എ സിലിണ്ടറിക്കൽ ബണ്ടിൽ. അപ്പം ഇങ്ങനെ ഈ കാഥോഡിൻ്റെ പെർഫറേഷനിലൂടെ പുറകോട്ടൊഴുകുന്ന ഒരു ബീം, പോസിറ്റീവ് റേസ്, അതൊരു സിലിണ്ടറിക്കൽ ബണ്ടിലായിട്ട് നമുക്ക് കാണാം, ലൂമിനസ് റേസ്. ആൻഡ് ആക്സിലറി ഇലക്ട്രോഡ് എഫ് ഈസ് പ്ലേസ്ഡ് പാരലൽ. ഇപ്പോൾ രണ്ടാമത്തെ ഇലക്ട്രോഡ് എഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഇലക്ട്രോഡ് എഫ് എന്ന് പറയും കാഥോഡിൻ്റെ പുറകിൽ. ആൻഡ് ക്ലോസ് ടു സി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എ ഫ്യൂ മില്ലിമീറ്റർ. ഇപ്പോൾ ഏതാനും മില്ലിമീറ്റർ പുറകിലാണ് എഫ് എന്ന് പറഞ്ഞ ഇലക്ട്രോഡിന് വെച്ചിരിക്കുന്നത്, കാഥോഡ് പിന്നിലായിട്ട്. എ വെരി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് about you read us about nearly 8,000 volt per meter is maintained between F and C. എഫ് എന്ന് പറഞ്ഞ ഇലക്ട്രോഡിൻ്റെയും കാഥോഡിൻ്റെയും ഇടയ്ക്കായിട്ട് നമ്മളൊരു 8,000 വോൾട്ട് പെർ മീറ്റർ എന്നുള്ള ഫീൽഡാണ് കൊടുക്കുന്നത്. ദ സ്റ്റാർക്ക് എഫക്റ്റ് പ്രൊഡ്യൂസ്ഡ് ക്യാൻ ബി സ്റ്റഡിഡ് ബോത്ത് ട്രാൻസ്വേഴ്സലി ആൻഡ് ലോജിറ്റ്യൂഡിനലി. 2 തരം വ്യൂസിലും, പെർപെൻഡിക്കുലർ വ്യൂസിലും നമുക്ക് ട്രാൻസ്വേഴ്സ് വ്യൂസിലും ഈ കാഥോഡ് റേ, ഈ സ്റ്റാർക്ക് എഫക്റ്റ് നമുക്ക് സ്റ്റഡി ചെയ്യാം. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് the lines in the spectrum emitted by the canal rays of hydrogen were split up into numerous sharp components under the action of electric field. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രവർത്തനത്താൽ ആ കനാൽ റേസ്, കാഥോഡിന് പുറകോട്ട് ഒഴുകുന്ന റേസ് അനേകം ലൈനുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായി കാണാം. അപ്പം അതാണ് സ്റ്റാർക്ക് എഫക്റ്റ്. സ്പെക്ട്രൽ ലൈൻ അനേക കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കിട്ടുന്ന റിസൾട്ട് നമുക്ക് ഇങ്ങനെ സമ്മറൈസ് ചെയ്യാം. എന്തെല്ലാം റിസൾട്ടാണ് കിട്ടുന്നത്? ദ റിസൾട്ട് ഒബ്റ്റൈൻഡ് വിത്ത് ദി ലൈൻസ് ഓഫ് ബാൽമർ സീരീസ് ഓഫ് ദി സ്പെക്ട്രം ആർ ഗിവൺ ബിലോ.
ബാൽമർ സീരീസ് സ്പെക്ട്രത്തിൽ ഹൈഡ്രജൻ്റെ ഒരു സ്പെക്ട്രൽ സീരീസ് വിസിബിൾ സീരീസ് ആണ് ബാൽമർ സീരീസ്. ആ ബാൽമർ സീരീസിൽ കാണുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നത്? ബാൽമർ സീരീസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ വിസിബിൾ സീരീസ് ആണ്. അവിടെ എച്ച് ആൽഫ, എച്ച് ബീറ്റ, എച്ച് ഗാമ, എച്ച് ഡെൽറ്റ പോലെയുള്ള ലൈൻസ് ഉണ്ട്. അപ്പോൾ ആ ലൈൻസിനൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് ആണ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട്. നമ്പർ 1, എവറി ലൈൻ ഈസ് സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു എ നമ്പർ ഓഫ് ഷാർപ്പ് കമ്പോണൻസ്. എല്ലാ ലൈനുകളും, ഈ ബാൽമർ സീരീസിലെ എല്ലാ ലൈനുകളും അനേകം കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് കാണാം. ഓൾ ഹൈഡ്രജൻ ലൈൻസ് ഫോം സിമെട്രിക്കൽ പാറ്റേൺ. എല്ലാം സിമെട്രിക് ആയിട്ടാണ്. പാരൻ ലൈനിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് സ്റ്റാർക്ക് ലൈൻസ് അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ കിട്ടുക. ഫോർ ബാൽമർ സീരീസ് വേവ് നമ്പർ ന്യൂ ബാർ ഈസ് 1/λ. ന്യൂ ബാർ എന്ന് ഇടണം കേട്ടോ. ന്യൂ ബാർ, ന്യൂവിൻ്റെ മുകളിൽ ബാർ ഇടണം. ന്യൂ ബാർ ഈസ് 1/λ ഈസ് r into 1/n1² minus 1/n2². The number of lines and the total width of the pattern increases with the n, that is n2. അപ്പോൾ ഇവിടെ ഈ 1/λ ഈസ് r into n1² minus 1/n2²ല് r റെഡ് ബെറി കോൺസ്റ്റൻ്റ് ആണ്, n1 സീരീസ് നമ്പറാണ്, n2 ലൈൻ നമ്പറാണ്. അപ്പോൾ ആ ലൈൻ നമ്പർ വെച്ച് ഈ ലൈൻസിൻ്റെ വിടുത്ത് മാറുന്നതായിട്ട് കാണാം. ലൈൻ നമ്പർ വെച്ച് ലൈൻസിൻ്റെ വിടുത്ത് മാറുന്നതായിട്ട് കാണാം. Thus, the number of components of S beta line is greater than number of components H alpha line. അപ്പോൾ ഈ സ്റ്റാർക്ക് ലൈൻസ്, സ്റ്റാർക്ക് കമ്പോണൻസ് നമ്മൾ നോക്കുമ്പോൾ എസ് ബീറ്റയ്ക്ക് കൂടുതൽ ലൈൻസ് എച്ച് ആൽഫയേക്കാൾ കൂടുതൽ ലൈൻസ് ഉള്ളതായിട്ട് കാണാം. സിമിലർലി ദ നമ്പർ ഓഫ് കമ്പോണൻസ് ഓഫ് എസ് ഗാമ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് എസ് ബീറ്റ. അപ്പോൾ എസ് ബീറ്റയ്ക്ക് ലൈൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഇനി അടുത്തത് രണ്ടാമത്തെ ഒരു റിസൾട്ട് ഇതാണ്. ഒബ്സർവേഷൻസ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ട്രാൻസ്വേഴ്സ് വേവ് ഷോ ദാറ്റ് ദ കമ്പോണൻസ് ആർ പോളറൈസ്ഡ്, some parallel to the direction of the field and others perpendicular to it. അപ്പോൾ ഈ ലൈൻസ് പോളറൈസ്ഡ് ആയിട്ട് കാണാം. ട്രാൻസ്വേഴ്സ് വ്യൂവിൽ ഈ സാറ്റലൈറ്റ്സ്, സ്റ്റാർക്ക് കമ്പോണൻസ് പോളറൈസ്ഡ് ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ചിലത് പാരലി പോളറൈസ്ഡ് ആയിരിക്കും, മറ്റു ചിലത് പെർപെൻഡിക്കുലർലി പോളറൈസ്ഡ് ആയിരിക്കും. നമ്പർ 3 റിസൾട്ട്. അപ് ടു എ ഫീൽഡ് ഓഫ് എബൌട്ട് 10⁻⁷ volt per meter, the resolution of lines increases in proportion to the field. ഫീൽഡിന് ഒപ്പിച്ച് ഈ ലൈൻ്റെ റെസൊല്യൂഷൻ റിസോൾവ് ചെയ്ത് ഇങ്ങനെ മാറി വരുന്നത് ഈ ഫീൽഡിന് പ്രപ്പോർഷണൽ നമുക്ക് കാണാം. അതായത് 10⁻⁷ volt per meter വരെ, 10⁻⁷ volt per meter വരെ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇതൊരു എസ്സേ ആയിട്ടങ്ങ് കാണാറില്ല, ഷോർട്ട് ആൻസർ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിലവൻറ്റ് ക്വസ്റ്റ്യനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് എഫക്റ്റ്, ഹൗ ഈസ് ഇറ്റ് എക്സ്പെരിമെൻ്റലി സ്റ്റഡീഡ്. മാർക്ക് നോക്കി പറയണം. ഇപ്പോൾ 2 മാർക്ക് ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ പറയാം. ആ സമയം അനുസരിച്ച് വളരെ ചുരുക്കി എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 2, മെൻഷൻ സം റിസൾട്ട്സ് ഓഫ് സ്റ്റാർക്ക് എഫക്റ്റ് എക്സ്പെരിമെൻറ്റ്. സ്റ്റാർക്ക് എഫക്റ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ചില റിസൾട്ട് പറയുക. ആ റിസൾട്ടാണ് നമ്മൾ 1, 2, 3 നമ്പറിട്ട് കൊടുത്തിരിക്കുന്നത്. അത് എഴുതിയാൽ മതി. ഇനി ഒരു പാർട്ട് കൂടി ഇതിനകത്ത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് പാഷൻ ആൻഡ് ബാക്ക് എഫക്റ്റ്. പാഷൻ ബാക്ക് എഫക്റ്റ് എന്ന് പറയും. പാഷൻ ബാക്ക് എഫക്റ്റ് അത് ഷോർട്ട് ആൻസറിൽ ചോദിക്കുന്ന 2014, 2016 ചോദിച്ചിട്ടുണ്ട്, 2019 ചോദിച്ചിട്ടുണ്ട്. പാഷൻ ബാക്ക് എഫക്റ്റ്, പാഷൻ ആൻഡ് ബാക്ക്, PSHEN, passion and back found that whatever be the anomalous Zeeman pattern of a given line in a weak magnetic field, the pattern always approximate to the normal Zeeman effect as the field strength is progressively increased. You understand what is passion and back effect? Passion and back found that whatever be the anomalous Zeeman pattern of a given line in a weak magnetic field, the pattern always approximates to the
normal Seaman triplet as the field strength is progressively increased. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് നോർമൽ സീമൻ എഫക്റ്റിൽ നമുക്ക് ലൈൻ 2 കമ്പോണൻറ്റോ അല്ലെങ്കിൽ 3 കമ്പോണൻറ്റോ ആയിട്ട് കാണാം. അനോമലസ് ആണെങ്കിൽ മോർ ദാൻ 3 കമ്പോണൻ്റാണ്. അപ്പോൾ അനോമലസ് സീമൻ സ്പ്ലിറ്റിംഗ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് വളരെ വീക്കായിട്ടുള്ള ഫീൽഡാണ്. ആ വീക്ക് ഫീൽഡ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നോർമൽ സീമനായിട്ട് മാറാം. അതാണ് ഇവിടെ പറയുന്നത്. അനോമലസ് സീമൻ സ്പ്ലിറ്റിങ് എങ്ങനെ നോർമൽ സീമൻ സ്പ്ലിറ്റിങ്ങിലായിട്ട് മാറും എന്നുള്ളതാണ് പാഷൻ ബാക്ക് എഫക്റ്റ് പറയുന്നത്. അനോമലസ് സീമൻ എഫക്റ്റിൽ നമ്മൾ അപ്ലൈ ചെയ്ത വീക്ക് ഫീൽഡ് ക്രമേണ ഇൻക്രീസ് ചെയ്ത് ആ ഒരു സ്ട്രോങ് ഫീൽഡ് എത്തുമ്പോൾ ചില ലൈൻസ് ഡിസപ്പിയർ ചെയ്യാം, അല്ലെങ്കിൽ ചില ലൈൻസ് കോയിൽസ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സീമൻ പാറ്റേൺ കിട്ടും. ഫീൽഡ് സ്ട്രോങ് ആകുമ്പോൾ അനോമലസ് പാറ്റേൺ നോർമൽ സീമൻ പാറ്റേൺ ആയിട്ട് മാറും എന്ന് പറയുന്നതാണ് പാഷൻ ബാക്ക് എഫക്റ്റ്. പാഷൻ ബാക്ക് ഫൗണ്ട് ദാറ്റ് whatever be the anomalous Seaman pattern of a given line in a weak magnetic field, the pattern always approximates to the normal Seaman triplet as the field strength is progressively increased. അപ്പോൾ അതിനകത്ത് ഒരു കോണ്ടന്റ് നമ്പർ കൂടി നമുക്കൊന്ന് പറയാനുണ്ട്, അതുകൊണ്ട് ഒന്ന് പഠിച്ചോളാം. ദിസ് റിഡക്ഷൻ മേ ഒക്കർ. അപ്പോൾ ഈ അനോമലസ് സീമനിൽ എഫക്റ്റിനകത്തുള്ള ലൈൻസ് അത് പിന്നെ 3 ചുരുങ്ങുന്നത് എങ്ങനെയാണെന്ന് പറയാം. ദ റിഡക്ഷൻ മേ ഒക്കർ ത്രൂ coalescence of lines or through disappearance of certain lines. This transition phenomenon is called passion back effect. അപ്പോൾ അനോമലസിൽ നിന്ന് സീമനിലേക്ക് മാറുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ചില ലൈൻസ് കൂടി ചേരാം, കോയിൽസ് ചെയ്യാം, കമ്പൈൻ ചെയ്യാം, മറ്റ് ചിലത് ഡിസപ്പിയർ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് 3 ലൈൻ പാറ്റേൺ ആയിട്ട് കാണുന്നത്. ഇൻ ദിസ് കേസ് ഇവിടെ ഡെൽറ്റ ന്യൂ എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. ഡെൽറ്റ ന്യൂ ഒരു ഫ്രീക്വൻസി ഡിഫറൻസാണ്. ഡെൽറ്റ ന്യൂ ഈസ് B/2πm ഇൻറ്റു ഡെൽറ്റ ml + 2ms. അങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ ന്യൂ ഫ്രീക്വൻസി ടൈം ഡിഫറൻസ് B/2πm ഡെൽറ്റ ml + 2ms, where delta ml + 2ms is called a strong field quantum number and it is an integer. പിന്നെ പാഷൻ ബാക്ക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ലൈൻസിൻ്റെ വേവ് ലെങ്ത് സെപ്പറേഷനാണ് ഇവിടെ പറയുന്നത്. ഡെൽറ്റ ന്യൂ അത് B/2πm ഇൻറ്റു ഡെൽറ്റ ml + 2ms ആണ്. അതിന് ആ ഡെൽറ്റ ഇൻറ്റു ml + 2ms വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ഫീൽഡ് ക്വാണ്ടം നമ്പർ. അത് ഒരു ഇൻറ്റിജറാണ്, ഒരു സാധാരണ സംഖ്യയാണ്, ഒരു നാച്ചുറൽ നമ്പറാണ്. That is all with your 22nd lecture on paper 4 atomic and molecular physics. With this unit 2 atomic spectra is over. In the next class we start X-ray spectra. That is all. Thank you very much.